வணக்கம் சார், டெலகிராம். അപ്പുണ്ണി, ഓ, ഇത് കണ്ട. ഐ എം കമ്മിങ് ബാക്ക്. ദേവദത്തൻ. എന്താ? എന്റെ ദേവദത്തൻ മടങ്ങി വരുന്നുണ്ട്. ദാ തിരുമേനി, പതുക്കെ പതുക്കെ. ദാമു, ദത്തൻ മടങ്ങി വരുന്നതാ. ആര്? എന്റെ ദേവദത്തൻ വരുന്നെന്ന്. നിന്റെ അനുജൻ. ദാ മണി. ബാലാമണി, എടി നമ്മുടെ ദത്തൻ വരുന്നടി. ആര്? ദത്തനോ? ഓഹോ, നീ ഓനെ മറന്നോ? ഐ ആം കമ്മിങ് ബാക്ക്. ദേവദത്തൻ ടെലഗ്രാം വന്നിരിക്കുന്നു ഇംഗ്ലണ്ടിൽ നിന്നാ. വൈകിട്ട് ഇത്തിരി നേരത്തെ വരുമോ? ക്ലബിൽ പോവാണ്ട്. ദേവദത്തിന് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ അച്ഛന്റെ വിവരം അറിഞ്ഞിട്ടാ? നമുക്ക് ചിലതൊക്കെ സംസാരിച്ച് തീരുമാനിക്കാറുണ്ട് ദേവദത്തൻ വരുന്നതിന് മുമ്പ്. വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് ദത്തൻ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ പാരമ്പര്യം, സംസ്കൃതി, സംഗീതം ഇതൊക്കെ അന്ന് അവൻ തള്ളിപ്പറഞ്ഞു. ഒരുപാട് ക്ഷമിച്ചു ഞാൻ. പരിധികൾ ലംഘിക്കാൻ തുടങ്ങിയപ്പോ, അതായത് ഒരുപാടങ്ങ് ലംഘിക്കാൻ തുടങ്ങിയപ്പോ, മദ്യം, കഞ്ചാവ്, മയക്കുമരുന്നുകള്, കൂട്ടിന് ആയുടെ പാരീസിൽ നിന്ന് വന്ന മ്യൂസിക് ട്രൂപ്പിൽപ്പെട്ട കുറെ പെണ്ണുങ്ങളും, തന്റെ ഹോട്ടലിലെ കാബറഹോൾ എത്ര ഭേദം, വീടങ്ങനെ ഒരു നരകമാക്കി. സഹി കെട്ടപ്പോഴാ ഞാൻ അടിച്ചിറക്കിയില്ലെങ്കിൽ അവൻ പോവുമായിരുന്നു. ഇന്നും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. സംഗീതമൊന്നും പറഞ്ഞാൽ അക്കാലത്ത് കാട്ടിക്കൂട്ടിയ കൂത്തുകൾക്കും കുറെ ആരാധകരുണ്ടായി. അവനെ അടിച്ചിറക്കിയപ്പോ അവനോട് പ്രതിഷേധിച്ചു. ഇവിടെ ഉണ്ടല്ലോ ഒരാള്, രാജലക്ഷ്മി. ദത്തന്റെ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി വേണമെങ്കിൽ പാരീസ് വരെ പറക്കും. പാരീസിലും അത് തന്നെ സ്ഥിതി. അവനോടെ പലകുറി വിവാഹം ചെയ്ത് പിരിഞ്ഞെന്നൊക്കെയാ കഥകള്. എന്തായാലും സ്വന്തം മകനല്ലേ, പുകഞ്ഞുകൊള്ളി പുറത്തുനിന്ന് കരുതാൻ പറ്റുമോ? ആ, ഒരുപാട് കാലം പുറത്തൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതല്ലേ, വേണമെന്ന് വെച്ചാൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. ഔട്ട് ഹൗസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് AC ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരിക്കുക ഞാൻ. എന്താ ദത്തിന് വീട്ടിൽ താമസിച്ചാൽ? ഇരിക്കപ്പെണ്ണത്തിന്റെ വാശി തീർന്നിട്ടില്ല അല്ലേ തിരുമേനിക്ക്? അതല്ലടോ, മത്സ്യമാംസാദികളും മദ്യമൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോഴും. ആയിക്കോട്ടെ, വീട്ടിനകത്ത് വേറൊരു പടയുണ്ടല്ലോ, ശല്യം വേണ്ട ആർക്കും. ചായ. പിന്നെ അവനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോവാന്ന് പറഞ്ഞതിന് മാറ്റമൊന്നുമില്ലല്ലോ. മാറ്റാനോ? ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റിനെ സ്വീകരിക്കേണ്ട ഡ്യൂട്ടി ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ അസ്. ഇല്ലേ അനന്തേട്ടാ? മുരുക വേണ്ട. ശരി, ഇതല്ല ഉള്ള വീടാ. എല്ലാം ഭംഗിയായിരിക്കണം. ഉള്ള എടുത്ത് വീടാ. ശീക്രം പാത്ത് நல்லா இருக்குல்ல. ആ കിളികളല്ലേ, മനുഷ്യനല്ലല്ലോ, മനസമാനം തരും. ഇനി ഏതാவது இருக்கா? ഉണ്ണി, AC-യോടെ അതെല്ലാം വരും. എല്ലാം ഏർപ്പാട് பண்ணிருக்கு. വേണം വേണം. എടുത്ത് വീടാ ഉള്ളേ. ഇതാ നോക്ക്, എന്താ അച്ഛന്റെ ഒരു സന്തോഷം. ഇതിപ്പോ നസ്രാനികളുടെ ബൈബിളിൽ പറഞ്ഞ പോലായി. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോ കാളെ കൊന്നു സദ്യയും ബഹളവും. കുടുംബത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടവനൊക്കെ അല്ല, അതൊക്കെ അങ്ങനെ വരൂ. കഴിഞ്ഞ കത്തിരിക്ക് ചൂട് സഹിക്കാണ്ട് ഞാനൊരു എയർ കൂളർ വാങ്ങിച്ചപ്പോ എന്തായിരുന്നു ഇവിടെ ബഹളം? ഇപ്പൊ AC, ചൈനീസ് കുക്ക്. ദേ, കുടിപ്പൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലാനുള്ള സമയമല്ലത്.
വക്കീൽ എന്താ പറഞ്ഞെന്ന് വെച്ചാ അത് ഇവരോടും കൂടെ പറഞ്ഞുകൂടെ? എന്റെ അച്ഛൻ ഈ വിവരം അറിഞ്ഞ പിന്നെ ജലപാനം പോലും കഴിച്ചിട്ടില്ല. പടിയടച്ച് പിണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലൊന്നും അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രം ഏത് നിമിഷവും അച്ഛൻ അസ്ഥിരപ്പെടുത്താവുന്നതേ ഉള്ളൂ. ആർക്കൊക്കെ എന്തൊക്കെയാണെന്ന് വക്കീലിന് പോലും അറിയില്ല. കള്ളൻ അറിഞ്ഞാലും അയാൾ പറയോ? അയാൾ അച്ഛന്റെ ആളല്ലേ? കാനറ ബാങ്കിൽ നല്ല ഒന്നാം തരം ജോലിയും വലിച്ചെറിഞ്ഞിട്ടാ ഞാൻ. ഈ പേടിക്കണ പോലൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നണേ. ബേസിക് ആയിട്ട് ദത്തൻ ഒട്ടും മാറിയിട്ടുണ്ടാവില്ല. ആദ്യത്തെ ഈ ചൂടും പുതിയും കഴിയുമ്പോ അച്ഛൻ വീണ്ടും ഉടക്കും. അതുവരെ കാഴ്ചക്കാരന്റെ റോളില്. അത്ഭുതങ്ങൾക്ക് പഞ്ഞമില്ലാത്ത കാലമാ. വരുന്നതൊരു സൽപുത്രനാണെങ്കിലോ? 14 വർഷം കൊണ്ട് നിവരുന്നതല്ല നായയുടെ വാല്. പിന്നെ ആ ദേവദത്തൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാ മതി. ഒറ്റയ്ക്കിരുന്ന് ഈ മണ്ടംകളി കളിക്കാണ്ട് ഒന്ന് മുകളിലോട്ട് ചെല്ല്. അവരവിടെ എന്തൊക്കെയോ തീരുമാനിക്കുന്നുണ്ട്. അവിടെ നടക്കുന്നതാണ് മണ്ടംകളി. എന്റെ കളി ഞാൻ തീരുമാനിച്ചു. ആ ചീങ്കണ്ണികൾ ഏതായാലും നമ്മളെ സഹായിക്കില്ല. തൽക്കാലം മുത്തച്ഛന്റെ കുടുംബത്തിലാണല്ലോ ചെറിയമ്മാവൻ, മുത്തച്ഛന്റെ ദേവദത്തൻ. ക്ഷണമില്ലെങ്കിലും ഞാനിടിച്ച് കയറി ചെല്ലും എയർപോർട്ടിൽ. തന്ത ഉപേക്ഷിച്ച സഹോദരി പുത്രൻ, തൊഴിൽ രഹിതൻ. ആ സെന്റിമെന്റ്സ് വെച്ചൊന്ന് കളിക്കാം. പാഴാകും തോന്നില്ല. മൂപ്പറുടെ പെറ്റായിരുന്നു ഞാൻ ചെറുപ്പത്തില്. ആ നീ ആ പഴയ ആൽബം കൊണ്ടെടുത്തേ. മുഖം തന്നെ മറന്നു. Your attention please. British Airways announce the arrival of their flight number BA606 coming from London via Frankfurt and Cairo. Thank you. ഗുഡ് മോർണിംഗ്. യെസ്, വെരി ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ദേവദത്തൻ? യെസ്, ഞാൻ അനന്തൻ, അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ഇത് ഭാര്യ രാജലക്ഷ്മി. യു ആർ ടു ഫോർമൽ. ഇനി അങ്ങോട്ട് ഇൻഫോർമൽ ആവുന്ന ഇപ്പോഴാ ഒരു ധൈര്യം വന്നത്. ഓ നോ താങ്ക്സ്. എവിടെ മുരളി? ബാലയെടുത്തിയുടെ മോൻ മൂപ്പരിപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. ഓ, എന്നിട്ട് എവിടെ? എടാ ചിങ്ക, ഞാൻ വേറൊരാളിന് പുറകെ പോയി. എനിക്ക് ആള് മാറിപ്പോയി. നീ എന്നെക്കാൾ വളർന്നു പോലടാ.
അച്ഛൻ മോളെ കാത്തിരിക്കുക. അടുത്തുവാടാ. മാപ്പ്, എല്ലാ തെറ്റിനും മാപ്പ്. ബിടെക് കഴിഞ്ഞിട്ടും പിന്നെ ചിങ്കൻ എന്താ ജോലിക്കൊന്നും ട്രൈ ആയിരുന്നേ? ട്രൈ ചെയ്യായിട്ടൊന്നുമല്ല, ഒന്നും അങ്ങോട്ട് താരപ്പെട്ടു വന്നില്ല. അതിനിടയ്ക്കായിരുന്നു കല്യാണം. ഒരു ജോലി പോലും ആവണ്ടയോ? പ്രേമ? ആ, വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. അവർ നമ്മളെക്കാൾ വളരെ താഴെയാ. പണമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തുകൊണ്ടൊന്നുമല്ല. ഗൾഫിൽ നിന്ന് മറ്റും TRE വരുന്ന പോലെ ആകുമെന്നാ ഞാൻ കരുതിയത്. ലഗേജ് ഒക്കെ വളരെ കുറവ്. ഇതന്നെ കൂടുതലാ. ഇനി ഒരിക്കലും പ്രയോജനപ്പെടാത്ത ചില ട്രാഷസ്, കോമ്പോസിഷൻസ്, നൊട്ടേഷൻസ്. ലണ്ടനിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വളരെ കേമമാണെന്നാണ് കേട്ടിരിക്കുന്നത്. പർച്ചേസിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല തിരക്കില്, അല്ലേ? ചിങ്കിനിപ്പോ എന്താ വേണ്ടത്? പെർഫ്യൂംസ്, ജീൻസ് തരപ്പെടുത്താം. കണ്ണാ, മോനെ കണ്ണാ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. കണ്ണാ, ഇവിടെ വാ. കണ്ണാ, അധികം അടുപ്പിക്കണ്ട, ശല്യക്കാരനാ. ആണോ? നീ ശല്യക്കാരാണോ? ഈ ശല്യം കൊണ്ട് എനിക്ക് സുഖം ഉണ്ടാവും. പഴയ ചിങ്കന്റെ ഓർമ്മ. തൽക്കാലം എനിക്കൊരു സേഫ് കമ്പനി ഇവനായിരിക്കും, അല്ലേ കണ്ണാ? ബാലേട്ടന്റെ മരണം പോലും എന്നെ ആരും അറിയിച്ചില്ല. ഇപ്പോഴറിയുന്നത്, എയർപോർട്ടിൽ നിന്ന് വരുമ്പോ. ഇത് ബാലേട്ടന് വേണ്ടി വാങ്ങിയതാ, പഴയൊരു കടം.
വയലിനും ടെന്നീസ് റാക്കറ്റും വെച്ചൊരു ഫൈറ്റ്. ഒടിഞ്ഞത് റാക്കറ്റ്. ഇനി ഇത് കണ്ണലിരിക്കട്ടെ. എടുത്ത് പോയിക്കോളൂ, ഞങ്ങളൊന്ന് പരിചയപ്പെടട്ടെ. എന്നാ പിന്നെ ഞാനും കൂടെ ഇറങ്ങുക. ആ. എനിക്ക് ജയയുടെ വീട്ടിലൊന്ന് പോകണം. പാലേട്ടന്റെ മോൻ. കണ്ണാ, നിനക്ക് പാട്ട് ഇഷ്ടാണോ? നിന്റെ അച്ഛന് കലിയായിരുന്നു പാട്ടെന്ന് പറഞ്ഞാൽ.